ഡാൻസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് പോകുന്ന കുറേ അച്ഛനമ്മമാർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഇൽപ്പാസിലിരിക്കുന്ന ജോലിക്കാരനെ രണ്ടെണ്ണം പറയാനുള്ളൊരു ആഗ്രഹം എനിക്ക്. പിന്നെന്താ നിങ്ങളിവിടെ സൗജന്യമാണോ പ്രതീക്ഷിച്ച് ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നത്, ഫ്രീ ആയിട്ട് കാണിക്കാനാണോ എന്നുള്ള രീതിയിലും, പിന്നെ മൂന്നാല് അയാൾ പറഞ്ഞ മോശമായിട്ടൊരു ഭാഷ പറഞ്ഞപ്പോഴാണ് ഞങ്ങളതിനെ തിരിച്ച് ചോദ്യം ചെയ്യും. ഞങ്ങളും തിരിച്ച് പ്രതികരിച്ചത് ആ സമയത്താണ്. തൃപ്പൂണിത്തുറയിൽ പോലീസിൽ നിന്നും ദുരനുഭവമുണ്ടായ കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികളും പ്രവർത്തകരുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതലയുള്ള നിഷ സ്നേഹക്കൂട്, എന്താണ് സംഭവിച്ചത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്? ഞങ്ങൾ സഫലമീ യാത്രയെന്നും പറഞ്ഞ് എല്ലാ വർഷവും നടത്താറുള്ളതാണ്. അപ്പോൾ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരുമായിട്ടുള്ള സഫലമീ യാത്ര ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 95ഓളം അച്ഛനമ്മമാരും ബാക്കി സ്റ്റാഫ് കൂടിയായിട്ട് 125 പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഈ അച്ഛനമ്മമാരെ രാവിലെ എണീറ്റ് ഒരുക്കി റെഡിയാക്കി കൊണ്ടുപോകുക തന്നെ വലിയൊരു റിസ്ക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫസ്റ്റ് ചോറ്റാനിക്കര എത്തി. ചോറ്റാനിക്കരയിൽ ഇറങ്ങി കുറച്ച് പേർക്ക് ഇറങ്ങാൻ പറ്റുന്നവരുള്ളായിരുന്നു. ചോറ്റാനിക്കര ഇറങ്ങി തൊഴുതിട്ടാണ് ഞങ്ങൾ ഹിൽ പാലസിലെത്തുന്നത്. 9:30 കൂടിയിട്ടാണ് ഞങ്ങൾ ഹിൽ പാലസിലെത്തുന്നത്. അപ്പം ഹിൽ പാലസിലെത്തി ടിക്കറ്റ് കൗണ്ടറിന് അവിടെ ഞങ്ങൾ ചെന്ന് ആദ്യം ഞങ്ങൾ മറ്റേ സെക്യൂരിറ്റി ഓഫീസറുടെ അടുത്ത് നിന്ന് ബസ് മേളിലോട്ട് കയറ്റി വിടാൻ പറ്റുമോ, കയറാത്തവർക്ക് ആ വണ്ടിക്കകത്തിരുന്ന് കാണാനായിട്ട് ചോദിച്ചപ്പം അവിടെ ബലക്ഷയമുള്ളത് കൊണ്ട് വണ്ടി മേളിലോട്ട് കയറ്റി വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പം 30 പേരാണ് അച്ഛനമ്മമാർ അകത്ത് കയറാനായിട്ട് വില്ലിങ് ആയത്. ബാക്കിയുള്ളവർ ബസ്സിൽ തന്നെ ഇരിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. വീൽ ചെയറിലുള്ളവരും കാല് വയ്യാത്തവരും കൈവയ്യാത്തവരും ആ സ്റ്റെപ്പൊന്നും കയറാൻ വയ്യാത്തവരാണ്. ബസ് കയറി പോകത്തുമില്ല. അപ്പം 30 പേർക്കുള്ള ടിക്കറ്റും 3 ബസ്സിൻ്റെ ഉള്ള പാർക്കിംഗ് ഫീസും 3 ക്യാമറ യൂസ് ചെയ്യാനുള്ള പാർക്കിംഗ് ഫീസും ആയിട്ടുള്ള ആ ടിക്കറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ ചോദിച്ചു എത്ര പേര് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ 95 പേര് അച്ഛനമ്മമാരുണ്ട്, ബാക്കി സ്റ്റാഫുമായിട്ട് 125 പേരുണ്ട്. പക്ഷേ ഞങ്ങൾ 30 പേര് മാത്രമേ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, വണ്ടിക്കകത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പൊതുസ്ഥലത്ത് ചെന്നിട്ട് പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പം ഞങ്ങൾ ചോദിച്ച് ഇതേ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചത്. വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് എന്തിനാണ് ടിക്കറ്റ്, ഉള്ളിൽ കയറുന്നവർക്ക് ടിക്കറ്റ് എടുത്താൽ പോരെ? ഇത് സ്നേഹക്കൂടെന്ന അഭയമന്ദിരത്തിൽ നിന്നാണ് മക്കളൊക്കെ ഉപേക്ഷിച്ച് അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരാണ്, അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് ഞങ്ങൾ വന്നതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അവരപ്പം സെക്യൂരിറ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് നമുക്കുണ്ടായത്. അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുന്നത് പിന്നെന്താ നിങ്ങളിവിടെ സൗജന്യമാണോ പ്രതീക്ഷിച്ച് ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നത്, ഫ്രീ ആയിട്ട് കാണിക്കാനാണോ എന്നുള്ള രീതിയിലും, പിന്നെ മൂന്നാല് അയാൾ പറഞ്ഞ മോശമായിട്ടൊരു ഭാഷ പറഞ്ഞപ്പോഴാണ് ഞങ്ങളതിനെ തിരിച്ച് ചോദ്യം ചെയ്യും. ഞങ്ങളും തിരിച്ച് പ്രതികരിച്ചത് ആ സമയത്താണ്. പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. ഇത്രയും അച്ഛനമ്മമാർ കുറച്ച് പേര് ആ ഹിൽ പാലസിന്റെ ഫ്രണ്ടിൽ നിന്ന് റീൽസ്, നമ്മുടെ അച്ഛനമ്മമാർ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ എടുക്കുന്നവരാണ്. അപ്പം മൺചിത്രത്താഴിനകത്ത് ഡാൻസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് പോകുന്ന കുറേ അച്ഛനമ്മമാർ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് ഇനി ഉള്ളിൽ കയറണമെന്ന് ചോദിച്ചപ്പോൾ ഇവരെടുത്ത തീരുമാനമാണ് ഇനി കയറണ്ട, ഞങ്ങൾക്ക് ആർക്കും ഹിൽ പാലസ് കാണണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മെട്രോയിൽ കയറി മെട്രോ വഴി ലുലുമാളിൽ ഇറങ്ങി. 12 മണിക്ക് നമുക്ക് ലുലുമാളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ അപ്പം തന്നെ തിരിച്ചു പോരുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചീഫ് മിനിസ്റ്റർക്കാണ് കംപ്ലൈന്റ് കൊടുത്തത്. അപ്പോൾ അത് പോലീസുകാർ നമ്മൾ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. പേരെങ്ങനെയാണ്? സുരേന്ദ്രൻ. വേദനയായോ പോയത്? സാറേ ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഈ വീൽ ചെയറിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. ഞങ്ങളിവിടെ അച്ഛനമ്മ 80 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരാണ് മുഴുവനും. ഞങ്ങളെ ടൂറിന് കൊണ്ടുപോകുന്നുണ്ട്, ഇതുവരെ ടൂർ കുഴപ്പമുണ്ടായിട്ടില്ല. ഈ ഇൽപ്പാസിലിരിക്കുന്ന ജോലിക്കാരനെ രണ്ടെണ്ണം പറയാനുള്ളൊരു ആഗ്രഹം എനിക്ക്. അതെനിക്ക് നിർബന്ധം. അത് സങ്കടപരമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയാണിത്. ഞങ്ങൾ എത്രയും പൊന്നുപോലെ നോക്കുന്നത്. സാറും അമ്മയും കൂടി ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോയെന്നറിയാമോ? ഞങ്ങൾ അമ്മയാണ് ഞങ്ങൾ വണ്ടിയിൽ ഉന്തിക്കൊണ്ട് നടന്ന് ഈ ലോകം മുഴുവൻ കൊണ്ടുവന്ന് ഈ പരാതി കേൾക്കേണ്ടി വന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്. വർഗീസ്. ടീൻസ് ആർ വെരി ഡേഞ്ചറസ് എന്നൊരു മഹാനായ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. അതായത് 13 to 19 വയസ്സ് വരെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും പക്വതയില്ലാത്ത പ്രായത്തിൽ ഇതുപോലെയുള്ള അന്തേവാസികളെയും കരയുന്നവരുടെ കണ്ണുനീർ തുടച്ചും പട്ടിണിക്കുള്ളവരെ ആഹാരം കൊടുത്ത് വളർത്താമെന്നുള്ള ഞങ്ങളുടെ മോളാണ് നിഷാമോൾ. അങ്ങനെ ആരംഭിച്ച് ഇന്ന് ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ഞങ്ങളെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വളരെ വരവേൽപ്പാണ് കിട്ടിയത്. പക്ഷേ ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായ ഒരു വേദനാജനകമായ സംഗതിയാണ് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോധമില്ലാത്ത മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ മാർഗത്തിനെയും ഞങ്ങളെ അവമാനിച്ചു.
അതുകൊണ്ട് എനിക്ക് ഒരു അപേക്ഷയുള്ളൂ. ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ, അതുകൊണ്ട് ഇനിയെങ്കിലും മേലാൽ സ്വബോധമുള്ളവനെ, മനസാക്ഷിയുള്ളവനെ അവിടെ ജോലിക്ക് വെക്കണമെന്ന് ദയവായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വലിയ സങ്കടകരമായ അനുഭവമാണ്. വലിയ സങ്കടമാണ്. എനിക്ക് കിട്ടാത്ത ഭാഗ്യം, എൻ്റെ മക്കളിൽ നിന്ന് പോലും കിട്ടാത്തൊരു ഭാഗ്യം. എന്നെപ്പോലുള്ള എത്ര അച്ഛനമ്മമാരുണ്ട് ഇങ്ങനെ രാജകൊട്ടാരം കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നത്. എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ട് ഈ അച്ഛനമ്മമാരെയൊക്കെ ഒരുക്കി ഞങ്ങളുടെ മക്കൾ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ ഈ ദുരനുഭവം ഉണ്ടായത്. വൃത്തിയിട്ട ഭാഷയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു പോലീസുകാരൻ. അത് ഞങ്ങളുടെ മോളുടെ വിഷമം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ മോളോട് പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, നമുക്കിത് കാണുകയേ വേണ്ട, നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോരുന്നേ. എടുത്തൊരു തീരുമാനം ഞങ്ങൾ. കാരണം ഇതേ രീതിയിൽ ഞങ്ങളെ അപമാനിച്ച ഞങ്ങൾ എന്തിനാ ഈ പാലസ് കാണാനായിട്ട് പോകുന്നത്? ഞങ്ങളെ വേദനയോട് തിരിച്ചു. ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകരുത് അവിടെ. അതേ ഉള്ളൂ പറയാൻ ഈ സർക്കാരിനോട്. എന്തായാലും വളരെ ആഗ്രഹിച്ച് സന്തോഷം പങ്കുവെക്കാൻ ഒരുമിച്ച് പോയൊരു യാത്രയിൽ വളരെ മോശം അനുഭവം ഉണ്ടായതിന്റെ നിരാശ അവർ പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നത്. അനന്തു സുരേഷിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.